ഹലോ ഹായ് ബിലാൽ ഫാത്തിമ ബ്ലോഗിലോട്ട് സ്വാഗതം. ഇത് ഞാനിങ്ങനെ ഇടയ്ക്കെടുത്ത് വെക്കും കേട്ടോ വീഡിയോ. ചിലപ്പോൾ രാത്രിയായിരിക്കും, ചിലപ്പോൾ പകലായിരിക്കും. ഞാൻ എപ്പോൾ നമ്മുടെ നല്ല ടൈം അല്ലേ, നമുക്ക് കുഴപ്പമില്ലാന്ന് തോന്നുമ്പോൾ അങ്ങനെ അടുക്ക വന്ന് അടുക്കളയിൽ വന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ കുട്ടികൾക്ക് ഉണ്ടാക്കി വെക്കും കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഫ്രിഡ്ജിൽ കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നു. മോള് ചെമ്മീൻ കറിയും ചെമ്മീൻ റോസ്റ്റ് അതൊന്നും അങ്ങനെയൊന്നും കഴിക്കില്ല. മോള് ചെമ്മീൻ പൊരിച്ചത് അതൊന്നും കഴിക്കില്ല. ബിലാൽ ചെമ്മീൻ കറിയും മോനെല്ലാം കഴിക്കും. അപ്പോൾ അവൾക്ക് വേണ്ടി ഞാനിങ്ങനെ കുറച്ച് പച്ചക്കറിയൊക്കെ ഇട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അവൾ കഴിക്കും. അവൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കും, അല്ലാണ്ട് തനിച്ചൊന്നും ഇഷ്ടമില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ കറിയൊക്കെ കഴിക്കുമ്പോൾ അവൾക്ക് മാത്രം ചെമ്മീൻ കഴിക്കുന്നില്ല എന്നാവില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ചെമ്മീൻ മേടിക്കുമ്പോൾ ഒന്ന് കുറച്ച് നന്നാക്കി കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചവിടെ വെക്കും കേട്ടോ. അങ്ങനെയാണ് ഫാത്തിമ മോള്. അപ്പോൾ ഇതിൽ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഉലത്താനെടുത്ത കുറച്ച് പച്ചക്കറി മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റ്, ബീൻസ്, കുറച്ച് ക്യാബേജ്. അപ്പോൾ അതിൽ കൂടെ ഒരു കുഞ്ഞ് കഷ്ണം സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കുറച്ച് വേപ്പില അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇത്രയൊക്കെ ഉണ്ട് കേട്ടോ. ക്യാപ്സിക്കം ഒരു കുഞ്ഞ് കഷ്ണം അതും മുറിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ വെജിറ്റബിൾ കൊഴക്കട്ടയാണ്. ഞാനിവർക്ക് മുഖത്തൊക്കെ ഇങ്ങനെ കുത്ത് വരും, പാടുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ പറയും കുട്ടികൾ വെജിറ്റബിൾ കഴിക്കണം, കുട്ടികൾക്ക് വെജിറ്റബിൾ നല്ലോണം കൊടുക്കണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ നമ്മൾ എന്തുണ്ടാക്കിയാലും കുട്ടികൾ ഒലത്തൊന്നും ഉണ്ടാക്കി അങ്ങനെ കഴിക്കുന്നില്ലല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വലിയ പാടൊന്നുമില്ലല്ലോ, അങ്ങനെ ഇതൊന്ന് മസാല ആക്കി കഴിഞ്ഞാൽ നമുക്ക് കൊഴക്കട്ട ഉണ്ടാക്കാം, നോക്കാം. അപ്പോൾ നമുക്ക് ചെമ്മീൻ കൊഴക്കട്ട ഉണ്ടാക്കാം കേട്ടോ. ആദ്യം തന്നെ ചെമ്മീൻ നമ്മൾ എണ്ണ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ആ എണ്ണയിൽ ആ ചെമ്മീൻ്റെ മണം വരുമല്ലോ. അങ്ങനെ ചെയ്തിട്ട് നമ്മൾ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി, ഒരു 3 വെളുത്തുള്ളി, ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി, ഒരു പകുതി ഒരു സവാള, പിന്നെ എരിവിനുള്ള പച്ചമുളകും അതൊന്ന് നമുക്ക് വഴറ്റി മാറ്റാം കേട്ടോ. അപ്പോൾ അതൊന്ന് നമ്മൾ വഴണ്ടട്ടെ. നമ്മളിപ്പോൾ വെജിറ്റബിളും ഇട്ടിട്ടുണ്ട് കേട്ടോ. വെജിറ്റബിളും ഇതൊക്കെ ഇട്ട് നല്ലോണം ഇളക്കണം. ഇതൊന്ന് നല്ലോണം ഒന്ന് ഭയങ്കര കുക്കാവണ്ട, ഭയങ്കരമായിട്ട് ഇതാവണ്ട, എന്നാലും ഒന്ന് കുക്കാവട്ടെ. എന്നിട്ട് നമുക്ക് ഒരു കുഞ്ഞ് കഷ്ണം ക്യാപ്സിക്കം എടുത്ത് വെച്ചിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാനിതേന നമ്മുടെ ഇടിയപ്പപ്പൊടിയൊക്കെ ഇല്ലേ, അത് എടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുഴക്കൊന്നും വേണ്ട, നമ്മൾ ജസ്റ്റ് ബോൾ പിടിക്കുന്ന ആ ഒരു ടൈപ്പിൽ കേട്ടോ. കുഴക്കൊന്നും വേണ്ട, നമ്മൾ എടുത്ത് ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്താൽ മതി, അതായിക്കോളും. അത് കുഴച്ച് ബുദ്ധിമുട്ടുള്ള പണിയൊന്നും ചെയ്യണ്ട, ഇങ്ങനെ ചെയ്താൽ മതി. ചൂടുവെള്ളം ഉപ്പിട്ട് വെച്ചിട്ട് അത് ഇതിലോട്ട് ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി. ഓക്കെ, ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെ ഞാൻ ഈ ചെമ്മീനിപ്പോൾ ഉള്ളത് കൊണ്ട് ഇട്ട് കുട്ടികൾക്കത് അവൾക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ ഞാനിങ്ങനെ കറിയിൽ ചിക്കനൊക്കെ ചിലപ്പോൾ കറി തീരും, ചിക്കൻ മാത്രമാവും ലാസ്റ്റ്. അപ്പോൾ അതിന്ന് ചിക്കനൊക്കെ കഴുകിയിട്ട് പിച്ചെടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അതിൽ കൂടെ പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അവർ കഴിക്കും കേട്ടോ. അതും ചെയ്യാം കേട്ടോ, അതും നല്ലൊരു ടേസ്റ്റാണ്. അതിനും വേറൊരു ടേസ്റ്റാണ് ആ ചിക്കന് ഇട്ടിട്ടുണ്ടാക്കുമ്പോൾ. ഇതും ഒരു നല്ല മണമാണ് ഇതിങ്ങനെ ചെയ്യുമ്പോൾ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികൾക്ക് എപ്പോഴും ബിസ്ക്കറ്റും റസ്ക്കും ചായയൊക്കെ കൊടുക്കാണ്ട് ഇടയ്ക്കൊന്നിങ്ങനെ മാറ്റി ഉണ്ടാക്കുമ്പോൾ അവരെ വയറെന്ന് പറയും. നമുക്ക് പച്ചക്കറിയൊക്കെ അവർ തിന്നാത്തവർക്കൊക്കെ നമുക്കിങ്ങനെ ഉണ്ടാക്കുമ്പോൾ അവരെ വയറ്റിലോട്ട് പോയിക്കോളുമല്ലോ. അപ്പോൾ ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട്, കായിട്ടുണ്ട്. നമുക്കിന് വേറെ മസാല വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ഒരു നുള്ള് ഗരം മസാല ഇട്ട് കൊടുക്കുക, അത് മതി. പിന്നെ എൻ്റെ മല്ലിയില ഇരിപ്പുണ്ട്, അതും ഇട്ട് കൊടുക്കുക കേട്ടോ. ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ചുള്ള ചെമ്മീൻ, അത് മതി. ആ ഒരു ഫ്ലേവർ കിട്ടിയാൽ മതി. ഞാനപ്പോൾ അത്
നമ്മൾ കത്രിക വെച്ചിട്ട് ബൗളിൽ തന്നെ ഇട്ടിട്ട് ഇങ്ങനെ ആക്കി മുറുക്കിയെടുക്കാൻ പാടില്ല, കുഞ്ഞല്ലേ. അപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് കത്രികയും കൊണ്ട് ഇങ്ങനെ അതിൽ തന്നെ വെച്ച് കട്ട് ചെയ്തെടുത്ത് അതൊന്ന് ഇതാകുമ്പോഴത്തേനും നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കും. അപ്പോൾ മസാല അതേ നമ്മൾ ഒക്കെ റെഡി ആയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബൗള് വെറുതെ ഉരുട്ടി വെറുതെ വെച്ചിട്ടുണ്ട്. കുഴക്കൊന്നും വേണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ബൗൾ പിടിച്ചിട്ട് വെച്ചിട്ടുണ്ട്, കയ്യിലൊന്നും ഒട്ടില്ല അത്. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോണത് കുഴക്കട്ട ഇതിലാണേ. ഇതേ കാണിച്ചു തരാം കേട്ടോ. ഇതിങ്ങനെയാണേ. ഇത് നമ്മളിങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് മാവ് നിറയ്ക്കുക. ഓക്കെ, ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ. കാണിച്ചു തരാം. അത് നമ്മൾ ഉള്ളിലോട്ട് ഇങ്ങനെ നല്ലോണം പരത്തിയിട്ട് അകത്ത് ഒരു ഹോള് പോലെ ഇടണം. എന്നിട്ട് അതിലോട്ടാണ് ഈ മസാല നിറച്ചിട്ട് മുകളിലോട്ട് കുറച്ച് മാവും കൂടെ വെച്ചിട്ട് അത് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഇടിയപ്പത്തിൻ്റെ ചെമ്പിൽ വെച്ച് ആവിയേറ്റാം. കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ നമ്മൾ സൈഡിലോട്ടൊക്കെ ഇങ്ങനെ നീക്കി കൊടുത്തിട്ട് ഇതിലോട്ടാണ് നമ്മൾ മസാല വെക്കണം കേട്ടോ. കണ്ടോ, മസാല വെച്ച് നമ്മൾ ഫില്ല് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ ഉണ്ട് അതിൻ്റെ ഓപ്പണാക്കണത്. ഒരു കയ്യിൽ ഫോൺ വെച്ചിട്ടാണ് ഈ ചെയ്യുന്നത്, അതുകൊണ്ടാണ്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇന്നിങ്ങനെ എടുത്താൽ മതി. കാണാൻ നല്ല ക്യൂട്ടായിരിക്കും. കണ്ടോ, ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ ഒരു ഷേപ്പ് വരുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി ഉണ്ടാക്കിയിട്ട് കാണാം കേട്ടോ. ഇത്ര ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇടിയപ്പച്ചെമ്പ് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, വെള്ളം ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് വെക്കാം കേട്ടോ. അതിലോട്ട് വെച്ച് കൊടുക്കാം. കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? അതേപോലെ തന്നെയാണ് കഴിക്കാൻ നല്ല, ഒരെണ്ണം പൊട്ടിപ്പോയി. കഴിക്കാൻ നല്ല ടേസ്റ്റും ആണേ. കാണാൻ ഭംഗി പോലെ തന്നെയാണ് ടേസ്റ്റും. അപ്പോൾ നമുക്ക് ഒന്ന് വേവട്ടെ, നമുക്ക് വെന്ത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ചെമ്മീൻ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല മണമാണ് കേട്ടോ, നല്ല മണമാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.